സോ ഹലോ എവരിവൺ, എല്ലാവർക്കും എജു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ SSLC മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി പരീക്ഷയിൽ ഉറപ്പായും വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. എജു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ചെയ്ത് നോട്ടുകളും മറ്റ് അപ്ഡേറ്റുകളും നൽകുന്നതാണ്. കൂടാതെ SSLC മലയാളം സെക്കൻഡിലെ എല്ലാ പാഠഭാഗങ്ങളുടെയും ആശയം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്കും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിലേക്ക് പ്രഡിക്ഷനിലേക്ക് കടക്കാം. ആദ്യത്തേത് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തു നിന്നുമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജീവിത ദുരിതങ്ങളെ സ്നേഹം കൊണ്ട് അതിജീവിക്കുന്നതിൻ്റെ വികാരനിർഭരമായ ആവിഷ്കാരമാണ് പ്ലാവിലക്കഞ്ഞിയുടെ ഒരു പ്രധാന സവിശേഷത. വിലയിരുത്തുക എന്നതാണ് ചോദ്യം. ഉത്തരം ഇവിടെ നൽകിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. മനോഹരമായ സ്നേഹബന്ധങ്ങളുടെ കഥ പറയുന്ന നോവൽ കൂടിയാണ് രണ്ടിടങ്ങഴി. അത്തരം മുഹൂർത്തങ്ങൾ രണ്ടിടങ്ങഴിയിലെ 17-ാം അധ്യായത്തിൽ കാണാം. കൂലിയായി ലഭിച്ച 3/4 രൂപയുമായി കോരൻ നാട് നീളെ അരി അന്വേഷിച്ചു നടന്നു. ഒടുവിൽ നാഴിയരിയും കപ്പയുമായി കോരൻ കുടിലിലെത്തി. കോരൻ്റെ ഭാര്യ ചിരുത അന്ന് ഒന്നും കഴിച്ചിട്ടില്ല. അതിനാൽ ഉള്ള കഞ്ഞി ചിരുത കഴിക്കട്ടെ എന്ന് കരുതി വയറിന് സുഖമില്ല എന്ന ഭാവത്തിൽ കോരൻ കിടന്നു. എന്നാൽ കോരൻ പട്ടിണി കിടക്കാൻ ചിരുത അനുവദിച്ചില്ല. കൂടുതൽ കഞ്ഞി കോരനു നൽകി. കുറച്ചു മാത്രം അവൾ കഴിച്ചു. പിറ്റേന്ന് കോരന് ജോലിക്ക് പോകുമ്പോൾ നൽകാനായി കഞ്ഞി കരുതി വെക്കുകയും ചെയ്തു. ജീവിതത്തിലെ ഇല്ലായ്മകളെ പരസ്പര സ്നേഹത്താൽ അവർ അതിജീവിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നിങ്ങളുടെ ഈ പാഠത്തിൽ നിന്നുള്ള ഏത് ഉത്തരത്തിനും ഈ പോയിന്റ് ഉൾപ്പെടുത്താവുന്നതാണ്. ബാക്കി നോക്കാം. കോരനുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന അച്ഛൻ വർഷങ്ങൾക്കു ശേഷം കുടിലിലെത്തിയപ്പോൾ ചിരുത അവൾ നെയ്ത മുറം വിറ്റ് അരി വാങ്ങി ഒരു വറ്റുപോലും കഴിക്കാതെ കോരൻ്റെ അപ്പന് കഞ്ഞി കോരി നൽകി. ചിരുത സ്വന്തം പിതാവിനെ പോലെ കോരൻ്റെ പിതാവിനെയും കരുതുന്നു. പണി കഴിഞ്ഞ് കുടിലെത്തിയ കോരൻ ചിരുതയുമായി സംസാരിച്ചിരിക്കുന്ന അച്ഛനെ കണ്ടു. മനം കുളിർപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. അപ്പ എന്ന വിളിയോടെ കോരൻ അപ്പനെ കെട്ടിപ്പിടിച്ചു. വർഷങ്ങൾക്കു ശേഷം കുടിലെത്തിയ അപ്പനും കോരനും തമ്മിലുള്ള കൂടിക്കാഴ്ച പിതൃപുത്ര ബന്ധത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നു. അപ്പൻ്റെയും മകൻ്റെയും സ്നേഹം കണ്ട് ചിരുതയും സന്തോഷിക്കുന്നു. സ്വന്തം അപ്പന് ഒരു നേരമെങ്കിലും വയറു നിറച്ച് ചോറ് നൽകണം, അതാണ് അവൻ്റെ സ്വപ്നം. ആഴത്തിലുള്ള സ്നേഹബന്ധം കൊണ്ട് ജീവിത ദുരിതങ്ങളെ അവർ മറികടക്കുകയാണ്. ഇതാണ് നിങ്ങൾ ഉത്തരമായി എഴുതേണ്ടത്. അടുത്ത ചോദ്യം പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്ത് നിന്ന് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധമാണ്. ഒരു തരത്തിലും ആ തെറ്റ് ന്യായീകരിക്കാനാവുന്നതല്ല. കോരൻ്റെ ഈ ധാർമ്മിക ബോധം വർത്തമാന സമൂഹത്തിൽ എത്രത്തോളം നിലനിൽക്കുന്നുണ്ട്? ഉത്തരം നോക്കാം. കോരൻ്റെയും ചിരുതയുടെയും വിവാഹവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണം കോരനെ അവൻ്റെ അച്ഛൻ കൈവെടിഞ്ഞതായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കു ശേഷം അയാൾ മകനെ തേടി വരുന്നു. പാടത്തെ പണി കഴിഞ്ഞ് തിരിച്ചു വരുന്ന കോരൻ കുടിലിനകത്ത് ചിരുതയുമായി സംസാരിച്ചിരിക്കുന്ന അച്ഛനെ കാണുന്നു. എഴുന്നേൽക്കാൻ വയ്യാതെ ക്ഷീണിതനായ തൻ്റെ പിതാവിനെ കണ്ടപ്പോൾ കോരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛനെ തനിച്ചാക്കി ചിരുതയുമായി മറുനാട്ടിൽ പോയത് അക്ഷന്തവ്യമായ അപരാധമായി കോരന് തോന്നുന്നു. ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങളുടെ ഉത്തരങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാരണം അച്ഛനുമായുള്ള ബന്ധം ചോദിച്ചാൽ ഇത് കോരന് അക്ഷന്തവ്യമായ അപരാധമായാണ് തോന്നുന്നത്. കോരൻ്റെ ഈ ധാർമ്മിക ബോധം ഇന്നത്തെ സമൂഹത്തിൽ വളരെ വിരളമായ കാണാൻ സാധിക്കും. അതിന് തെളിവാണ് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങൾ. ഇനി നമ്മൾ ജനറലായി ഉത്തരം പറയുകയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അച്ഛന്മാരെയും അമ്മമാരെയും ഉപേക്ഷിച്ചു പോകുന്ന മക്കളുടെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. അടുത്ത ചോദ്യം, ഭാഷാഭേദങ്ങൾ സാഹിത്യകൃതികളെ ആസ്വാദ്യമാക്കുന്നുണ്ടോ? പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി വിലയിരുത്തുക എന്ന ചോദ്യമാണ്. ഇത് വളരെ ജനറലായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ നോക്കേണ്ടത് ആ ഭാഷാശൈലിയാണ്. ഏൻ, അതോടൊപ്പം വയറ്റിൽ എന്നതിന് പകരം മയറ്റിൽ എന്നുപയോഗിക്കുന്നു. തറ, മോന്തുക, കൊട്ടിൽ തുടങ്ങിയ പഴയ വാക്കുകൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അതെല്ലാം ചേർത്താണ് ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പായും വരാൻ സാധ്യതയുള്ളതാണ്. കാരണം എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
അത് ഏത് പാഠത്തെ മുൻനിർത്തിയായാലും ചോദിക്കാവുന്നതാണ്. കാരണം ഭാഷാഭേദങ്ങൾ ആദ്യത്തെ യൂണിറ്റിൽ അതോടൊപ്പം തന്നെ കൊച്ചു ചക്കരിച്ചിയിൽ നന്നായി കാണാം. അപ്പോൾ അതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അടുത്തത് ഈ പാഠഭാഗത്തു നിന്നും കഥാപാത്ര നിരൂപണം ചോദിക്കുന്നുണ്ടെങ്കിൽ ചിരുത, കോരൻ എന്നിവരുടെ കഥാപാത്ര നിരൂപണമാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. കോരൻ്റെതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ടത്. അടുത്തത് ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗമാണ്. രണ്ടാമത്തെ പാഠഭാഗമാണ്. പൊരുളില്ലാത്ത സംസാരമാണ് എന്ന് ആദ്യം തോന്നാം. പക്ഷേ ചെന്ന് നോക്കുമ്പോൾ അറിയാം മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നുവെന്ന്. ഈ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നുവെന്ന് പല തവണ SSLC പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. അതിനാൽ തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് വാർദ്ധക്യത്തിൻ്റെ അവശതകൾ അച്ഛനുണ്ട്. ആ അവശത അച്ഛൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടില്ല. ക്ലാവ് പിടിച്ച കണ്ണാടിയിൽ വ്യക്തമായി കാഴ്ചകൾ കാണാൻ കഴിയില്ല. എങ്കിലും യഥാർത്ഥ ചിത്രം അത് കാണിക്കും. കിടപ്പിലായതിനാൽ കൃഷിയുടെ കാര്യം നേരിട്ട് കണ്ട് ശ്രദ്ധിക്കാൻ അച്ഛന് കഴിയില്ല. എങ്കിലും കിടന്നുകൊണ്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു. നിരന്തരം പരിചയിച്ച പ്രകൃതിയെ കാണാതെ തന്നെ പ്രകൃതിയുടെ ഓരോ മാറ്റവും അദ്ദേഹം തിരിച്ചറിയുന്നു. കിടപ്പിലായപ്പോൾ പോലും കുടുംബനാഥൻ എന്ന ഉത്തരവാദിത്തം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ആത്മാർത്ഥതയും അർപ്പണബോധവുമുള്ള നല്ല കൃഷിക്കാരനാണ് അച്ഛൻ. മണ്ണിനെയും പ്രകൃതിയെയും അറിഞ്ഞ് ജീവിക്കുന്ന കൃഷിക്കാരൻ്റെ അനുഭവജ്ഞാനം ഇവിടെ കാണാം. അടുത്തത് കഥാപാത്ര നിരൂപണം ഇവിടെ നിന്ന് അച്ഛൻ്റെത്. അതായത് ആ കിടന്ന കിടപ്പിൽ തന്നെ എല്ലാം മനസ്സിലാക്കുന്ന ഒരു കർഷകനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ അധ്വാനശീലനായിരുന്നു. കിടന്നുകൊണ്ട് തന്നെ എല്ലാം അറിയാൻ സാധിക്കുന്നു. അതായത് പ്രകൃതിയെ തൊട്ടറിഞ്ഞ മനുഷ്യനെന്ന് ഉള്ള ചോദ്യവും ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് അമ്മ അച്ഛൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നു. അമ്മ അച്ഛനനുസരിച്ചാണ് ജീവിക്കുന്നത് തുടങ്ങിയ പോയിന്റുകൾ ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് ഈ പാഠത്തിൽ നിന്നും 1 മാർക്കിൻ്റെ ചോദ്യമായി വരുന്നതാണ്. വിഗ്രഹാർത്ഥം. മരത്തിൻ്റെ കൊമ്പ്, മരം, കൊമ്പ്. നെല്ലിൻ്റെ കുല, നെല്ലിൻ കുല, നെല്ല് കുല. കന്നിയിലെ നെല്ല്, കന്നി നെല്ല്, കന്നി നെല്ല്. ഇതും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് അമ്മത്തൊട്ടിൽ എന്ന പാഠഭാഗമാണ്. അമ്മയുടെ ജീവിതാവസ്ഥയുടെ ദൈന്യത ആവിഷ്കരിക്കുന്ന പ്രയോഗങ്ങൾ ഏതെല്ലാം? അവ അമ്മയുടെ ജീവിത ദൈന്യം ചിത്രീകരിക്കുന്നത് എത്രമാത്രം പര്യാപ്തമാണ്? നമുക്ക് കാണാം. കൈച്ചുള്ളികൾ, മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ, കരിഞ്ഞൊരി കൈകൾ, കരിന്തിരി ആളുക, ചെരിഞ്ഞ് മടങ്ങിയിരിക്കുക തുടങ്ങിയവയെല്ലാമാണ് ഇങ്ങനെ പ്രയോഗിക്കുന്ന പദം. അടുത്തത് അമ്മയുടെ കണ്ണുകളെ മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി എന്ന് പറയാൻ കാരണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വരിയാണ്. മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി എന്നത് അമ്മയുടെ ദൈന്യത സൂചിപ്പിക്കുന്ന വരികളാണിവ. ജീവിത ചൈതന്യം നഷ്ടപ്പെട്ട പീള അടിഞ്ഞ പോലുള്ള തൂങ്ങിയ കണ്ണുകൾ. അമ്മമാർ കണ്ണിമ ചിമ്മാതെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. മക്കൾക്ക് വേണ്ടി എത്ര കാലം കാത്തിരിക്കാനും അവർ തയ്യാറാവുന്നു. പാടയും പീളയും അമ്മയ്ക്ക് ലഭിക്കാതെ പോയ പരിചരണത്തെ സൂചിപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് പിഞ്ഞാണം. നിരന്തരമായ ഉപയോഗത്താൽ പാത്രം പഴകുകയും നിറം മങ്ങുകയും ചെയ്യുന്നു. പ്രായാധിക്യത്താൽ അമ്മയുടെ കണ്ണുകൾ തെളിച്ചം നഷ്ടപ്പെട്ടു. കഴുകി പഴകിയ പാത്രം പോലെ ജീവിത ദുരിതങ്ങൾ കണ്ട് നിറം മങ്ങിയ കണ്ണുകൾ എന്നും ഇതിനെ വ്യാഖ്യാനിക്കാം. അടുത്ത ചോദ്യവും അമ്മത്തൊട്ടിൽ എന്ന പാഠഭാഗത്ത് നിന്ന് തന്നെയാണ്. ചോദ്യം: അമ്മത്തൊട്ടിൽ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിക്കാനാണ്. നമുക്കറിയാം, അനാഥ ശിശുക്കൾ, ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും ഉള്ള അഭയസ്ഥാനമാണ് അമ്മത്തൊട്ടിൽ എന്നത്. കൂടാതെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി അതിലെ മകൻ്റെ ആ ഒരു പെരുമാറ്റം എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് എന്നുകൂടി കൂട്ടിയാണ് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. അടുത്തത്: അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ നടത്തുന്ന യാത്ര മകൻ്റെ മുൻകാല ജീവിതാനുഭവങ്ങളിലേക്കുള്ള യാത്രയായി മാറുന്നുണ്ട്. ഈ ആശയത്തോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് ചോദിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതായി ചോദിക്കുന്ന ചോദ്യമാണ്. ഇടയ്ക്കിടെ നമുക്ക് ഈ ചോദ്യം കാണാവുന്നതാണ്. കാരണം ഇത് ഈ പാഠഭാഗത്ത് മുഴുവനായി പറയുന്നത് അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ നടത്തുന്ന യാത്രകളിലെ മകൻ്റെ മുൻകാല ജീവിതങ്ങളാണ്. നമുക്കറിയാം, ആശുപത്രിയുടെ മുന്നിൽ പോകുമ്പോൾ പണ്ട് ആശുപത്രിയിൽ കിടന്നതും മറ്റും, സൂചിയുടെ ആ ഒരു മുന തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മ വരുന്നത്. ഓരോരോ സമയത്തും ഓരോരോ കാര്യങ്ങൾ മകനെ അലട്ടുന്നു. ഉത്തരം നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്.
അടുത്തത് കൊച്ചു ചക്കരിച്ചി എന്ന പാഠഭാഗമാണ്. കൊച്ചു ചക്കരിച്ചിക്ക് മാനസിക ഭാവം നൽകിയിരിക്കുന്നതിലെ ഔചിത്യം വിശകലനം ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യമാണ്. അതിനാൽ തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം. കുലശ്രേഷ്ഠ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ലേഖകൻ കൊച്ചു ചക്കരിച്ചിയെ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നത്. അതീശ്വരി, വൃദ്ധമുത്തശ്ശി എന്നിങ്ങനെയും കൊച്ചു ചക്കരിച്ചിയെ വിശേഷിപ്പിക്കുന്നു. കൂടാതെ തൻ്റെ പടയാളികളായ നീറുകളാൽ മാവ് വിൽക്കാൻ ശ്രമിക്കുന്നത് അവൾ തടയുന്നു. അത്യാഹിതം എന്നാണ് ലേഖകൻ വിശേഷിപ്പിക്കുന്നത് തുടങ്ങിയ പോയിന്റുകൾ ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ കൊച്ചു ചക്കരിച്ചിക്ക് വരുന്ന മാനസിക ഭാവങ്ങളാണ് ഈ ഉപന്യാസത്തെ ഹൃദ്യമാക്കി തീർത്തത് എന്നുകൂടി നിങ്ങളുടെ ഉത്തരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് വളരെ ജനറലായി ചോദിക്കുന്ന ചോദ്യമാണ്. AP ഉദയഭാനുവിൻ്റെ രചനാശൈലിയിലെ സവിശേഷതകൾ എന്തെല്ലാം? കൊച്ചു ചക്കരിച്ചി എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി വിലയിരുത്തുക. നേരത്തെ നമ്മൾ മറ്റൊരു പാഠഭാഗത്തിൻ്റെ ഇതുപോലുള്ള ചോദ്യം കണ്ടു. ഉത്തരം: നർമ്മസ്പർശമുള്ള നിരവധി ലളിതോപന്യാസങ്ങളുടെ കർത്താവ് എന്ന നിലയിൽ പ്രശസ്തനാണ് AP ഉദയഭാനു. കൊച്ചു ചക്കരിച്ചി എന്ന രമ്യോപന്യാസത്തിൽ ജീവിതാനുഭവങ്ങളെ ആകർഷകവും ലളിതവുമായ ഭാഷയിൽ നർമ്മത്തിൽ പൊതിഞ്ഞ് അദ്ദേഹം അവതരിപ്പിക്കുന്നു. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് പോയിന്റുകൾ വായിക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഉത്തരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അവയുടെ ഉത്തരങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ചോദ്യം നോക്കാം. ഓണം മലയാളിയുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മയാണ്. പൊയ്പോയ നാട്ടുനന്മകളുടെ തിരുശേഷിപ്പാണ്. ഇന്നും വിദൂരതയിലിരിക്കുന്ന സമത്വ സങ്കല്പത്തിൻ്റെ ആഹ്വാനമാണ്. ഓണം എന്ന സങ്കല്പം ഓണമുറ്റത്ത് എന്ന കവിതയിൽ ആവിഷ്കൃതമാക്കുന്നത് എപ്രകാരമാണ്? ഇതാണ് ഇവിടെ ഉത്തരം നൽകിയിരിക്കുന്നത്. ഓണത്തെ പ്രകൃതി വരവേൽക്കുന്നത്, ഓണം കവിയെ സ്വാധീനിക്കുന്നത്, മലയാളക്കര ഓണത്തെ എതിരേൽക്കുന്നത്, ഓണത്തെ പുതുതലമുറ നോക്കിക്കാണുന്നത്. ഇതും അതുപോലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തത് കോഴിയും കിഴവിയും എന്ന പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നന്ദികെട്ട ഈ വംശത്തിൻ്റെ കൂടെ എനിക്ക് കഴിയാൻ മേല. മത്തായിയുടെ അമ്മയുടെ പ്രതികരണമാണിത്. ഇങ്ങനെ പ്രതികരിക്കാൻ കാരണമായത് എന്താണ് എന്നുള്ള വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. കൂടാതെ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇടയ്ക്കിടെ നമുക്ക് പരീക്ഷയിൽ കാണാവുന്ന ചോദ്യമാണ്. അടുത്തു താമസിച്ചിട്ടും തീരെ അകന്നുപോയവരായി മത്തായിയും മർക്കോസും മാറി. പണത്തിന് മുന്നിൽ ബന്ധങ്ങൾ അകന്നു പോകുന്ന കാഴ്ചയാണ് നാം ഈ കഥയിൽ കാണുന്നത്. കോഴിയും കിഴവിയും എന്ന കഥയെ മുൻനിർത്തി ഈ അഭിപ്രായത്തിൻ്റെ സാധുത പരിശോധിക്കുക എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉറപ്പായും ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഉത്തരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തത് ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗമാണ്. ഗുരുദേവദർശനങ്ങളുടെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ എഡിറ്റോറിയൽ തയ്യാറാക്കുക. അതിൽ ഈ പോയിന്റുകളാണ് ഉൾപ്പെടുത്തേണ്ടത്. ജാതിമത ചിന്തകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ തിരിച്ചുവരവ്, ഗുരുദേവ കാഴ്ചപ്പാടുകൾ, പരിഹാരം ക്രമപ്പെടുത്തിയ അവതരണം. അടുത്തത് ഒരു പ്രഭാഷണം തയ്യാറാക്കാനാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു കാര്യം നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന സൂചനകളും പാഠഭാഗവും വിലയിരുത്തി ശ്രീനാരായണ ഗുരു കലാതീതനായ നവോത്ഥാന നായകൻ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ്. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഉള്ളടക്കം, അതായത് അഭിസംബോധന ചെയ്യണം. കൂടാതെ നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിത ദർശനങ്ങളും എല്ലാം ചേർത്ത് എഴുതിയ ശേഷം അവസാനം ഒരു കൺക്ലൂഷൻ കൂടി നൽകി നമുക്ക് പ്രഭാഷണം അവസാനിപ്പിക്കാവുന്നതാണ്. പ്രഭാഷണമെല്ലാം ഒരു ബോക്സിനുള്ളിൽ എഴുതുന്നത് നിങ്ങളുടെ മാർക്ക് വർദ്ധിപ്പിക്കും. എല്ലാ ചോദ്യങ്ങളും ബോക്സിനുള്ളിൽ എഴുതിയാൽ അത് നോക്കുന്ന ടീച്ചർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനും സാധിക്കും. അടുത്തത് പത്രങ്ങളെക്കുറിച്ച് ഇബ്സൺ അഭിപ്രായപ്പെട്ടത് എന്താണ്? അങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണമെന്ത്? ഈ ചോദ്യത്തിന് പകരം ഇബ്സൺ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഉത്തരം നോക്കാം. മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞ രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേഖല ശാസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ. ഏറ്റവും കൂടുതൽ വഷളത്തരം വിളമ്പുന്നത് പത്രപ്രവർത്തകരാണെന്ന ധാരണ കൊണ്ട്. അടുത്ത ചോദ്യം. പത്രങ്ങൾ എല്ലാറ്റിനെയും വിമർശിക്കുന്നു, എന്നാൽ പത്രങ്ങൾ വേണ്ടത്ര വിമർശിക്കപ്പെടുന്നില്ല. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നതിന് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുകയാണ്.
നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നുണ്ട് എന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം ഇവിടെ പറയാവുന്നതാണ്. പ്രധാന പോയിന്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തത് പണയം എന്ന പാഠഭാഗത്തെ ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പ്രധാന ചോദ്യം: ചെമ്പുമത്തായിയുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണയം വയ്ക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു. ഈ തീയായിരുന്നു എന്നുള്ളത് 2 അർത്ഥതലങ്ങളിൽ വെച്ചും ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് തീയായിരുന്നു എന്നൊരു വാക്ക് തന്ന് ഇവിടെ ഇപ്പോൾ ഉള്ളിലുള്ള ആളലിനെയാണ്, അതായത് പേടി അല്ലെങ്കിൽ ഭയം എന്നിവയാണ് അല്ലെങ്കിൽ ആശങ്ക എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ സാധാരണ തീയായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അതും അങ്ങനെയുള്ള 2 ആശയ തലങ്ങളും ചോദിക്കാറുണ്ട്. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ആയി ചോദിക്കാവുന്നതാണ്. ഇവിടെ ചാക്കുണ്ണിയുടെ മാനസികാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ സ്വന്തം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു റേഡിയോ. അതിൻ്റെ നഷ്ടബോധം മത്തായി റേഡിയോ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ആശങ്ക, അതിനി തിരിച്ച് എടുക്കാൻ പറ്റുമോ എന്ന വേവലാതി. അതായത് ഇവിടെ തീയായിരുന്നു എന്നത് ആശങ്ക എന്നതാണ് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം: നമ്മൾ വിദേശത്ത് നിർമ്മിച്ചൊരമ്മതൻ ബിംബമീയാദിത്യലാശയിൽ ശോഭനം. പുതുതലമുറയിൽ ഏതെല്ലാം മനോഭാവങ്ങളാണ് കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്? അതോടൊപ്പം തന്നെ വള്ളത്തോളിൻ്റെ വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കവിതയെ മുൻനിർത്തി അഭിപ്രായം നൽകാനാണ് ഈ ചോദ്യം. അമ്മയും അമ്മയുടെ എഴുത്തുകളും കവിക്ക് അടർത്തി മാറ്റാൻ കഴിയാത്ത കാവലാളാണ്. ഏതെല്ലാം ഓർമ്മപ്പെടുത്തലുകളിലൂടെയാണ് സമർത്ഥിക്കുന്നത്? പാഠഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഉത്തരം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പാഠഭാഗങ്ങളുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും വിശദീകരിച്ചു. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.